ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മോസ്റ്റ്. എല്ലാവരും അനുഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഹെയർ പ്രോബ്ലംസ്. മുടി കാരണം കുറെ സ്ട്രഗിൾസ് അനുഭവിക്കുന്നതാണ് എല്ലാവരും. കാരണം ടാരൻ, മുടി കൊഴിച്ചില്, മുടി ഡ്രൈനെസ്, സ്കാൽപ്പ് ഇഷ്യൂസ്, ഇനി ഒരു ഇഷ്യൂസും നമ്മുടെ മുടിക്ക് ഇല്ലാത്തതായിട്ട് ഉണ്ടാവില്ല. ഇതുപോലെ കുറെ ഇഷ്യൂസ് അനുഭവിച്ച ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം എന്റെ മുടി ചൂല് പോലെ ആയിരുന്നു. എനിക്കുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, തൈറോയിഡ് ഇഷ്യൂസ്, അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്. മെയിൻ ആയിട്ട് എന്റെ മുടിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന വില്ലൻ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ മുടിയൊക്കെ മുടി കൊഴിച്ചിലൂടെ എനിക്ക് നഷ്ടമാവുക, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ കുറെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തു കേട്ടോ. ഹെയർ സിറംസ്, ഹെയർ കെയർ പ്രൊഡക്ട്സ്, കുറെ പൈസ അതിന് വേണ്ടിയിട്ട് കുറെ തൊലച്ചു. അങ്ങനെ ഗൈസ് ഞാൻ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന ഈ ഒരു എണ്ണയെ പറ്റിയിട്ട്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ എണ്ണ ഏതാണ്. അപ്പൊ ഗൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാച്ച് ഓയിലിന്റെ ആദിവാസി എണ്ണയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വൈറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ കൈ പ്രയോഗം മീൻസ് ഗൈസ് അവസാനമായിട്ട് ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കാം, ഇതിൽ നിർത്താന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഇത് എനിക്ക് തന്ന ആ ഒരു റിസൾട്ട് പറയുന്നത്, ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊരു കിഡിലനാക്കിയെന്ന് അറിയോ എന്റെ മുടി പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരുന്നു കേട്ടോ. ഈ ചകിരിയൊക്കെ കണ്ടിട്ടില്ല, ഉണക്ക ചകിരി, അതേപോലെ ആയിരുന്നു ഗൈസ്. ഭയങ്കര ഡ്രൈ. എത്രയൊക്കെ എണ്ണ തേച്ചാലും എന്തൊക്കെ ചെയ്താലും ഹെയർ സീറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്റെ മുടി ചകിരി പോലെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു പ്രഷറായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്റെ മുടിക്ക് അത് ഏൽക്കണില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പോ എന്റെ പ്രശ്നമാണോ ഇത്. കാരണം അത്രയും ഞാൻ ഹെയർ കെയർ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. അത്രയും അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എന്തോരം സ്ട്രഗിൾസ് ആണെന്നറിയോ ഞാൻ ഇത് കാരണം അനുഭവിച്ചത്. അങ്ങനെയാണ് ഇവള് ഇത് പറഞ്ഞു തന്നപ്പോ ഞാൻ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാന്ന്. പിന്നെ കുറെ ആൾക്കാർ പറയുമ്പം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പ്രൊഡക്റ്റിന് പോസിറ്റീവ് റിവ്യൂസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി വിശ്വാസ്യത വന്നിട്ടോ. കാരണം ഒരു റിസൾട്ടും ഇല്ലാണ്ട് ഇത്രയും റിവ്യൂസ് ഒന്നും എടുക്കില്ലല്ലോ. അങ്ങനെ ഞാൻ അവസാനം വാങ്ങിച്ച് യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വന്നു തുടങ്ങി. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഹെൽത്തി ആവണത്, ഭയങ്കര ആരോഗ്യമുള്ള ഹെയർ ആയി മാറുന്നത് നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇനിയിപ്പം ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മുടി ഭയങ്കരമായിട്ട് എന്താ പറയാ ഹൈഡ്രേറ്റഡ് ആവുക, ഭയങ്കരമായിട്ട് ഹെൽത്തി ആവുക. അവരവരുടെ ഹെയർ ഇഷ്യൂസ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോണതായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. എന്റെ ഹെയർ ഇഷ്യൂസ് ഒക്കെ പോയത് ഒരാഴ്ച കൊണ്ടാണ് കേട്ടോ. കാരണം എന്റെ മുടിയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ മുടി കൊഴിച്ചില്, മുടി ഉള്ളു കുറവ്, മുടി ഭയങ്കര തിന്നാവുക, കട്ടി കുറയുക, പിന്നെ അതേപോലെ തന്നെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, ഫ്രിസി ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ കുറെ സീറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കറന്റ്ലി, എന്നിട്ടും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവുക. അങ്ങനത്തെ ഇഷ്യൂസ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു എണ്ണ യൂസ് ചെയ്ത് ഒരു 7 ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ തലയിൽ എന്താണോ ഇഷ്യൂ ഉള്ളത് അത് ഒരു 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോണതായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ തോന്നും, നിങ്ങൾ തന്നെ വിചാരിക്കും ദൈവമേ എനിക്ക് ഇത്രയും മുടി ഉണ്ടാവുമായിരുന്നോ, എന്തുകൊണ്ട് ഇത്രയും കാലം ഈ പ്രൊഡക്റ്റ് കണ്ടില്ല, കിട്ടില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറെ കുറ്റബോധങ്ങളൊക്കെ തോന്നും ഗൈസ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളാണ് ഞാൻ. കാരണം എനിക്ക് അത്രയും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് പറയുന്നത് കസ്തൂരി, അംല, ഭൃംഗരാജ, ഇതൊക്കെയാണ് കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്നത്. ഇത് മൂന്നും എല്ലാവർക്കും അറിയാലോ ഹെയർ കെയറിലെ കിങ്സ് ആണ് ഗൈസ്. അത്ര അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു എണ്ണയ്ക്കകത്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആൽക്കഹോൾ, മിനറൽ ഓയിൽ, ക്ലോറിൻ, അതേപോലെ ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്തില്ല. നമ്മുടെ മുടിക്ക് കേടുപാട് പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്തില്ല കേട്ടോ. ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരെണ്ണം മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ കാച്ചിയെടുത്ത കാച്ച് ഓയിലാണ് ഇത്. അടിപൊളി ആയിട്ടുള്ള റിസൾട്ട് ആണ് ഗൈസ് നിങ്ങളുടെ മുടിക്ക് കിട്ടുക. കാരണം ഇനിയിപ്പോൾ എത്ര ഉള്ളു വെക്കാത്ത മുടിയാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ ചെയ്തിട്ടും ഉള്ളു വരാത്ത മുടിയാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ ചെയ്തിട്ടും താരം പോകാത്ത ഹെയർ ടൈപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുടി കിടിലനായിട്ട് മാറും ഗൈസ്. ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള മുടി ഹെൽത്തി ആയിട്ട് മാറാനും ഭയങ്കരമായിട്ട് കിടിലനായിട്ട് നമ്മുടെ മുടി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇത് എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അത്രയും കിടിലനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസ്. ഇതിന്റെ സ്മെല്ല് പറയുമ്പോൾ എന്താ അറിയോ, ഈ കാച്ചി എണ്ണയുടെ സ്മെല്ല് ഉണ്ടല്ലോ, ആ ഒരു വൈബാണ് കേട്ടോ നമുക്ക് കിട്ടുക. കാരണം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് ഫലിക്കും. കാരണം അത്രയും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. കാരണം എന്റെ മുടിക്ക് എന്താണോ ആവശ്യം, എന്റെ മുടിക്ക് ഏത് ന്യൂട്രീഷന്റെ കുറവാണോ, ഏത് ന്യൂട്രിയന്റിന്റെ കുറവാണോ ഉള്ളത് അത് ഇതിന്ന് കിട്ടുന്നത് എനിക്കിത് കണ്ടപ്പോൾ തന്നെ 100% ഞാൻ ഉറപ്പിച്ചാണ് കേട്ടോ. കാരണം
നമുക്കൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഹോണസ്റ്റ് ഫീൽ തോന്നില്ല, അതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. കാരണം എന്നിട്ട് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത് ഓർഡർ ചെയ്യുന്നത്. ഒരു ബോട്ടിൽ ഓൾറെഡി കഴിഞ്ഞ് രണ്ടാമത്തെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, എന്നെ പോലത്തെ ഇഷ്യൂസ് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ഇത് ഒരു ഹെൽപ്പ് ആവട്ടെ. കാരണം എന്നെപ്പോലെ പൈസ തോലച്ച് സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ പൈസ തോൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ പൈസ ഇങ്ങനെ കളയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ്. അപ്പം ഇതേപോലെ എന്നെ പോലെ ഹെയർ കെയർ പ്രൊഡക്ട്സിൽ പൈസ കളയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാന പ്രയോഗമായിട്ട് ഈ ഒരു എണ്ണ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. കാരണം ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരാനും നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി അടങ്ങിയ ഒരു എണ്ണയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഒരിക്കലും മിസ്സാക്കരുത്. ഇതിപ്പം ഭയങ്കര വൈറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ കുറെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ മുകളിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് കയറി ഓർഡർ ചെയ്യാട്ടോ. വേറെ സൈറ്റ് ലിങ്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. കാരണം കുറെ ഫേക്ക് ഒക്കെ ഇറങ്ങുന്ന കാരണം നമുക്ക് ഫേക്ക് ഏതാ ഒറിജിനൽ ഏതാന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് വാട്സപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാട്ടോ. അവരുടെ വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ പിൻഡ് ആയിട്ടും കൊടുക്കാം. പിന്നെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കാട്ടോ നമ്പർ. ഡയറക്റ്റ് കയറിയിട്ട് ഓർഡർ ചെയ്യുക. നിങ്ങളുടെ മുടിക്ക് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും, ഇത് കാണുന്ന ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എനിക്കറിയില്ലല്ലോ. ചില ആൾക്കാർക്ക് ഡാൻഡ്രഫ് ആയിരിക്കും, ചില ആൾക്കാർക്ക് എന്നെ പോലെ മുടി കൊഴിച്ചിലായിരിക്കും, ചില ആൾക്കാർക്ക് കൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുടി പുതിയത് വളരാത്തതായിരിക്കും, ചില ആൾക്കാർക്ക് ഡ്രൈ ഹെയർ ആയിരിക്കും, ഫ്രിസി ഹെയർ ആയിരിക്കും. പലരുടെ ഹെയർ ഇഷ്യൂസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാ ഹെയർ ഇഷ്യൂസിനും ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മാത്രം മതി കേട്ടോ നമുക്ക്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല ഗൈസ്. വേറെ എണ്ണോ സിറംസോ വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രയും നറിഷ്മെന്റ് ആണ് നമ്മുടെ ഹെയറിന് ഇത് കൊടുക്കുക. അപ്പൊ ഒരിക്കലും തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മിസ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. അതിനകത്ത് ഞാൻ അവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ ഡയറക്റ്റ് കയറി ഓർഡർ ചെയ്യാം. ബൈ.